അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മൾക്ക് എല്ലാവർക്കും വിഷമം തോന്നിയ ഒരു മരണ വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇന്നാലില്ല ഇത് നവാസ്കയുടെ മരണം നമ്മളെല്ലാവരും ഞെട്ടലോടെയാണ് കേട്ടത്. പെട്ടെന്നുള്ള മരണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഈ നവാസ്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുകയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയും അതുപോലെ എല്ലാവരെയും പാട്ടിലൂടെയും അതുപോലെ മിമിക്രിയിലൂടെയൊക്കെ ചിരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ സ്നേഹം പിടിച്ചു പറ്റിയ സ്ഥാനം പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയാണ്. ഭാര്യയുമായിട്ട് നല്ല സ്നേഹത്തിൽ, ഭാര്യയും കുടുംബവുമായിട്ട് നല്ല സ്നേഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മാതൃകയായ ഒരു വ്യക്തിയാണ്. ഈ നവാസ്കയിലൂടെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടു പഠിക്കണം. നമുക്കും നാളെ ഇതുപോലൊരു അവസരം വരും. നമ്മളും നാളെ റബ്ബിൻ്റെ അടുത്ത് പോവും. ഇത് നവാസ്ക നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളിലായിട്ടും. ഈ ഒരു വ്യക്തി നല്ലൊരു മനുഷ്യൻ തന്നെയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷെ ചിലർക്ക് ചില സംശയങ്ങളുണ്ടാവും. സിനിമ നടനല്ലേ, സിനിമ അഭിനയിക്കുന്നതല്ലേ എന്നൊക്കെ. സിനിമ അഭിനയിക്കുന്നതൊക്കെ തെറ്റൊക്കെ തന്നെയാണ്. എങ്കിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്താലും പടച്ച റബ്ബ് പുറത്തു തരാത്ത ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ചെയ്ത നന്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ ഒരു മനുഷ്യൻ നമുക്ക് ഒരുപാട് പാഠം തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷനാണ്. നമ്മളെല്ലാവരും മരണത്തെക്കുറിച്ച് ഓർമ്മിക്കണം. ഈ ഒരു മനുഷ്യന് ഒരുപാട് ഇൻ്റർവ്യൂകളിലായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഈ ദുനിയാവിലുള്ള ഒന്നും തന്നെ നമുക്കുള്ളതല്ല. നമ്മൾ ഈ ലോകത്ത് വെറും ഒരു വിരുന്നുകാരാണ്. അതുപോലെ നമ്മൾ ഏത് നിമിഷവും നമ്മൾ ഈ ലോകം വിട്ട് പോകും, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകും. മരണം എപ്പോഴും നമ്മെ വേട്ടയാടുമെന്ന് ഇദ്ദേഹം പറയുന്ന ഇൻ്റർവ്യൂകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ദിവസം 7 വട്ടം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കണം എന്നതാണ്. ഇദ്ദേഹം സിനിമാ നടനാണെങ്കിലും ഇദ്ദേഹത്തിന് മരണത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നു. ഇദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അധികമായിട്ട് ജീവിതത്തിൽ ഒന്നും ആർഭാടം കളിക്കേണ്ട, മരണത്തെ ഓർമ്മിക്കണം. മരണം നമ്മളെ എല്ലാവരെയും എപ്പം വേണമെങ്കിലും വേട്ടയാടാം. നമ്മൾ ചെരുപ്പിടും പോലെയാണ്, അത്രയ്ക്ക് അടുത്താണ് മരണം നമ്മളുമായിട്ടുള്ള അകലം. അദ്ദേഹത്തിൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ സ്വർഗം കൊടുത്ത് അദ്ദേഹത്തിന് സ്വർഗത്തിലാക്കട്ടെ, ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ. നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യ തന്നെയായിരുന്നു. മരണം നമ്മൾ വളരെ പെട്ടെന്ന് വന്നു എന്നൊക്കെ പറയും. എങ്കിൽ പടച്ച റബ്ബിൻ്റെ വിധിയെത്താതെ നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്ക് എന്ത് വേദന വന്നാലും നമ്മൾ മരിക്കില്ല. നമ്മൾ ആയുസ് ഒരു തുണ്ട് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയാവുക തന്നെ ചെയ്യും. പടച്ച റബ്ബിൻ്റെ വിളി വന്നതുകൊണ്ടാണ് എല്ലാവരും മരണപ്പെടുന്നത്. ഇന്നവർ നാളെ നമ്മൾ, അങ്ങനെയാണ് നമ്മുടെ ജീവിതം. ഈ ഒരു കലാഭവൻ നവാസ്ക ഒരുപാട് ദീനിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ശ്രദ്ധയുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ റമദാനിലൊക്കെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പള്ളിയിലുണ്ടായിരുന്നു എന്നൊക്കെ ഓരോരോ ഉസ്താദുമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തെറ്റുകൾ പുറത്തു കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും എന്തെങ്കിലും ഒരു നന്മ കാരണം നമുക്ക് അള്ളാഹു പുറത്തു തരും. മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞാലും മാത്രം അള്ളാഹു നമുക്ക് മാപ്പ് തരില്ല. പടച്ച റബ്ബ് എല്ലാവർക്കും നല്ല ജീവിതം തരട്ടെ, മനസ്സമാധാനം തരട്ടെ.